ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ കൊണ്ടുവരുന്ന പോലെ ലാലേട്ടൻ ബുള്ളറ്റിൻ്റെ മണ്ടയിലെത്തി മണിക്കൊണ്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ബാക്കി പറയുന്നതിന് മുമ്പ് അടുത്ത ഞാൻ വേറെ ഒന്നും പറയണ്ട നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാം. അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മലയാള സിനിമ നായികമാര് പോലും അങ്ങനത്തെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സിനിമ ചോട്ടാമണിയാണ്. ഈ മുള്ളൻ ചന്ദ്രപ്പന്റെ മുടി എന്ന് പറയുന്നത് കുറച്ച് ഓക്വേർഡ് മുടിയാണ്. ഈ ഓക്വേർഡ് മുടി വെച്ചിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം കൈവിട്ടു. അപ്പൊ ഇത് പിടിക്കുന്ന ഒരു സംഭവം, ഇതും വെച്ച് ഈ സംഭവം വെച്ച് പിടിക്കുന്ന ഒരു സാധനം. ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്, തലേ ഞങ്ങൾ ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ട്. എന്നെ ഇങ്ങനെ തിരിക്കും, ആരാടാ ഇവനെ അടിച്ചേ, അത് ലാൽ സാറാണ് പറഞ്ഞത്. അത് തിരിയാൻ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ പറയും, സാറേ എനിക്ക് തിരിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, നീ നിരുന്നാ മതി, ഞാൻ തിരിച്ചു തരാന്ന് പറയും. പുള്ളി ഒറ്റ തിരിപ്പ്. എന്റെ ശരീരത്ത് ഒരു രീതിയിലുള്ള വേദന പോലും അനുഭവിക്കാതെ അത് തിരിച്ചു നിർത്തിയിട്ട് അത് ചോദിച്ചു. അതൊക്കെ പുള്ളി എങ്ങനെയാണത് ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സീനിനെ സിങ്കാവുന്ന രീതി ചെയ്യണമെന്നറിയില്ല. പക്ഷെ സമയമാകുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു സാധനം വരും. സത്യം പറഞ്ഞാൽ ആ ലൊക്കേഷനിലെ തമാശ വെച്ചാൽ അത് വേറെ സിനിമയാക്കാം. കാരണം നമ്മൾ ആ ഒരു വൈബില്ലേ, അതായത് ആ ലൊക്കേഷനിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ അത് സിനിമയും കറക്റ്റായിട്ട് ബാധിക്കും, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെറും 8 എപ്പിസോഡുകൾക്ക് വേണ്ടി മാത്രം ഒരു നടനെ ഒരു സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുക, അയാളുടെ മികവ് കൊണ്ട് മാത്രം ആ 8 എപ്പിസോഡുകളുടെ എണ്ണം 200ആയി വർദ്ധിക്കുക. ഒരാളുടെ കഴിവിനെ അടയാളപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു മാർക്കല്ലേ ഇത്. ആ നടൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്. ചോട്ടാ മുംബൈ വീണ്ടും റിലീസാവുന്നു. നമസ്കാരം. അത് വലിയൊരു പരിശ്രമമായിട്ടാണ് പലപ്പോഴും എനിക്ക് ആ എണ്ണത്തിൻ്റെ കണക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എണ്ണത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. 8 എപ്പിസോഡിനാണ് വിളിച്ചത്, പക്ഷെ എൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ 4 എപ്പിസോഡായിട്ട് വെട്ടി കുറച്ചത്. പക്ഷെ അത് 200 ആയില്ലേ. പിന്നെ അത് അവിടെയാണ് ഈ പറയുന്നത്, പ്രേക്ഷകർ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണല്ലോ ഒരു വലിയ ശക്തി. ആ സമയത്ത് ആ 4 എപ്പിസോഡിൽ കുറച്ച് റേറ്റിംഗ് വ്യത്യാസം വന്നു. അപ്പോൾ ചാനൽ പറഞ്ഞു അവന് വെച്ചൊരു 5 എപ്പിസോഡ് കൂടെ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റിച്ചാന്ന് പറഞ്ഞു, ഈ 5 വെച്ച് പോയി 200 എപ്പിസോഡായി. ഞാൻ പറയും ഇനി എപ്പോഴാണ് ഒരു 5 എപ്പിസോഡ് കൂടെ അങ്ങനെ പറഞ്ഞ 250 എപ്പിസോഡ് മണിക്കൂർ. പക്ഷേ ആ സമയത്ത് മലയാളത്തിൽ ഈ ഒരുപാട് പുതു നടന്മാർ വന്നിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ലവ് മണിക്കൂട്ടൻ എവിടെയോ പ്രേക്ഷകർ തന്നിട്ടുണ്ട്. എനിക്കത് ഒന്ന് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായതായിരിക്കണം. 2 മണിക്കൂട്ടം കൂടി ചിലപ്പോൾ അതിനെ ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ TV പരിപാടികൾ വന്നു, TV പ്രേക്ഷകരെ കൂടി ആ സമയത്തേക്ക് ആളുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ ലവ് കിട്ടാതെ പോകരുത്, അതായത് പ്രേക്ഷകരുടെ സ്നേഹം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിൽ നിന്ന് ഞാൻ പോകരുത്, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു മനസ്സിൽ. ഇല്ല, ഞാൻ ആദ്യം അഭിനയിക്കുന്ന സീരിയൽ അല്ല കാര്യങ്ങൾ കൊച്ചുണ്ണി. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഒരു ടെലിപ്ലേ ചെയ്തിരുന്നു, ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തിരുന്നു. കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ തേടി വന്നിരുന്നു. അതാണ് സംഭവിച്ചത്. നമ്മൾ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളതാണ് സിനിമയെപ്പറ്റി പറയുന്ന വലിയ വലിയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളത്. ഈ കൃത്യമായ ഇടവേളകളിൽ വന്ന കാര്യങ്ങളെ ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബുദ്ധിപരമായിട്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഈ ചോട്ടാമ്പേ റിലീസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സൈനുവിൻ്റെ സ്വഭാവം എനിക്ക് വലിയ പ്ലാനിങ്ങുകളോ ജീവിതത്തെക്കുറിച്ച് വലിയ പ്ലാനിങ് ഇല്ലാത്ത ആളായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു പാഷനേറ്റ് ആക്ടർ ആവണം എന്ന രീതി നടന്ന ആളുമല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ജോലി മസ്റ്റായിട്ട് എന്തെങ്കിലും വേണം. എനിക്ക് മുമ്പ് 2 ചേച്ചിമാരാണ്, കുടുംബത്തിൻ്റെ ബാധ്യതകളൊക്കെ എന്നിലാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് തന്നെ എങ്ങനെയും പെട്ടെന്ന് വെളിയിൽ എവിടെയെങ്കിലും, കാരണം എൻ്റെ അങ്കിളൊക്കെ ഖത്തറിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അവിടെയെങ്കിലും പോയി ഈ കുടുംബം നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാനിങ്. ആ പ്ലാൻ ചെയ്തിരുന്ന ആളാണ് സിനിമയിലോട്ട് വന്നത്. അവിടെ വന്നിട്ട് എന്നെ സംബന്ധിച്ചൊരു അത്ഭുത ലോകത്താണ്. അവിടെ ഒന്നും എനിക്ക് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പക്ഷേ എനിക്ക് കിട്ടുന്ന സിനിമകൾ മാക്സിമം എഫേർട്ട് ഞാൻ നന്നായി ചെയ്യാൻ നോക്കി. അതാണ് നേരത്തെ പറഞ്ഞ 8 എപ്പിസോഡ് 250 എപ്പിസോഡായി മാറിയത്. വീണ് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ ഷൂട്ടിംഗ് മുടക്കിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമ നൽകിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഈ ഗ്യാപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. ചോട്ടാ മുംബൈയുടെ ഓർമ്മ തുടങ്ങുന്നത് സൈനുവിന്റെ ഒരു ചാട്ടത്തിലാണ്. തല സോങ്, കിരൺ TV ഉൾപ്പെടെയുള്ള അന്ന് സോങ്ങുകളാണ് ടെലികാസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ സോങ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സൈനുവിന്റെ ഒരു ചാട്ടമുണ്ട്.
അതിന്റെ സോങ്ങിന്റെ ഇടയിലും ചാട്ടമുണ്ട്, ഈ ട്രെയിലറുകളും കാണിക്കും. ട്രെയിലർ കാണിക്കുന്ന സമയത്ത് ഈ ചാട്ടം അതിനകത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ കൂടെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ വിശ്വാസമായിരുന്നു. അതായത് നമുക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റും മണിക്കുട്ടനെ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ അതിൽ മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും ഏറെക്കുറെ ലാലേട്ടൻ്റെ അത്ര തന്നെ കാലപ്പഴക്കം സ്റ്റേജിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമയിലൊക്കെ ഉള്ള ആളുകാരായിരുന്നു. മണിക്കുട്ടൻ മാത്രമാണ് അതിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആൾ. പക്ഷെ ഈസി ആയിട്ട് ആ സിങ്ക് കറക്റ്റ് ആയിട്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത്. അത് എങ്ങനെ സാധിച്ചിരുന്നു? ഇതിനെന്തെങ്കിലും ഒരു മുമ്പ് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നോ? അതെങ്ങനെ സെറ്റായി? ഈ ഒരു സിങ്ക് ഉണ്ടല്ലോ. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ആ സിങ്കിനെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ബെന്നിച്ചേട്ടനും അൻവർ സാറിൻ്റെ കാര്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സിനിമ ചോട്ടാമ്പയാണ്. ഇപ്പോഴും പല സിനിമകളും നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാറില്ല, കിട്ടിയാലേ വായിക്കുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടി വായിച്ചത് ചോട്ടാമ്പയാണ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പ്ലാനിങ്ങളൊക്കെ വേണം. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറുടെ അടുത്താണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത്രയും സീനിയർ ടെക്നീഷ്യൻസ് ആണ് സംഭവം. പക്ഷെ അവിടെ ഷൂട്ടിങ് ചെന്ന സമയത്ത് ഇവരെ കണ്ട് ഇങ്ങനെ വായം തുറന്ന്. കാരണം ലാൽ സാറ് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആക്ടർ, അപ്പുറത്ത് ജഗതിച്ചേട്ടൻ, രാജംബി ദേവങ്കളി, ഇന്ദ്രേട്ടൻ, ഭാവന, ഷക്കീല മാം, ഇങ്ങനെ നമ്മൾ അന്തം വിട്ട് വായം തുറന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ചെന്ന് ഞാൻ അഭിനയത്തിൻ്റെ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം, ഇപ്പോഴും ഞാൻ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം പോയിട്ടും പലതും നടക്കാറില്ല. ആ ലൊക്കേഷനിൽ എനിക്ക് ഒട്ടും നടക്കില്ല. പക്ഷേ ആ ക്യാരക്ടർ സൈനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇന്ന സ്ഥലത്ത് ഇന്ന പ്ലേസ്മെന്റ് ഉണ്ടെന്നുള്ളത് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ വ്യക്തത ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സിനിമ കാണുമ്പോഴത്തേന് നമ്മൾ അവിടെ സൈനു ഉണ്ടെന്ന് പല സിനിമ ഇപ്പം നമ്മുടെ ഫൈറ്റൊക്കെ ഇപ്പോൾ ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ല, യഥാർത്ഥത്തിൽ ആ ചാട്ടം അതിലില്ലായിരുന്നു. ഇത് ഈ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് 2-3 ആക്ഷൻസ് നമ്മൾ ഡൂപ്പില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ വെച്ചു. മണി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ മാസ്റ്റർ എന്തെങ്കിലും ഒരു സാധനം വെച്ചു മറി ചാട്ടം വരില്ല. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു അയ്യോ മണി അത് ചെയ്യാൻ പറ്റില്ല, കാരണം സേഫ്റ്റി മെഷേഴ്സ് അധികം ഇല്ല, ഞാൻ ബെഡൊന്നും കൊണ്ടു. ഞാൻ പറഞ്ഞു ഉള്ള ബെഡ് പോയി മാസ്റ്റർ, ഈ സിനിമയിലെ നമുക്ക് എന്തെങ്കിലും പേരെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും മാസ്റ്റർ നമ്മുടെ ഡയറക്ടർ സംസാരിച്ചപ്പോൾ മണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാറിൻ്റെ മണ്ടേ ചാടി, ഇപ്പോൾ സിദ്ദീഖ് അവിടെ തന്നെ ബൈക്കിൻ്റെ മണ്ടേ ചാടുന്നത്. അപ്പൊ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. മെയിനായിട്ട് ഈ പറയുന്ന പോലെ തല ഗ്യാങ് എന്ന് പറയുമ്പോൾ പ്രായ വ്യത്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, ഉണ്ടാവും. അപ്പൊ ആ റേഞ്ച് വന്ന സമയത്താണ് സൈനു എന്നുള്ള ക്യാരക്ടർ ഏറ്റവും ചെറുപ്പക്കാരൻ, അതിലാണ് എൻ്റെ പേര് വന്നത്. അപ്പൊ ഈ ക്യാരക്ടറിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോയി അത് ടോട്ടാലിറ്റി സിനിമയെ ബാധിക്കും. അത് വരാതിരിക്കാൻ എപ്പോഴും അതിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ കോ ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളൊരു കിഡിന് ടീം അതിൽ. കാരണം അതിന് മുമ്പ് വരെ മലയാള സിനിമയിൽ ആ വിധത്തിലുള്ള തമാശകൾ കേട്ടിട്ടില്ല. ചേച്ചി എന്നെ ഒന്ന് കുളിപ്പിച്ചു തരുമോ, ജയിലിൽ നിന്ന് വന്നിട്ട് ഞാനും കുളിപ്പിച്ചു തരാം. അതുപോലെ ഫസ്റ്റ് അച്ഛൻ ശപിക്കുമ്പോൾ പല്ലേപ്പും കുളിയും കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യം, നന്നാവാൻ വരെ ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ ഞാൻ നന്നാകും എന്ന് പറയുന്ന കാര്യം, ഇവിടെ നിൽക്കുന്ന ഒരു BA-ക്കാരൻ ഇവന് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല പിന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മള് ആ ആദ്യ കാഴ്ചയിലെ ഡയലോഗുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറും. തല തിരിഞ്ഞല്ലത, തസ്കർ, ഇത്രയും ഡയലോഗുകൾ നമ്മുടെ മനസ്സിലേക്ക് പ്രോസസ് ചെയ്താൽ കയറുക. അപ്പൊ പടം ഒരു ആഘോഷമാണ്. ഇതിന്റെ ഷൂട്ടിങ്ങും ആ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ റെഡി ആഘോഷം തന്നെയായിരുന്നു. ഗംഭീര ആഘോഷമായിരുന്നു സത്യം പറഞ്ഞ. ആ ലൊക്കേഷനിലെ തമാശ വെച്ചാൽ അത് വേറെ സിനിമയാക്കാം. കാരണം നമ്മൾ ആ ഒരു വൈബില്ലേ, അതായത് ആ ലൊക്കേഷനിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ അത് സിനിമയും കറക്റ്റായിട്ട് ബാധിക്കും, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ലൊക്കേഷനിൽ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. നമുക്ക് ഒരു മോശം മൊമെൻ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നൊരു മൊമെൻ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി എൻജോയ് ചെയ്ത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞില്ലേ ഈ തസ്കർ എന്ന് പറഞ്ഞിട്ട് ഈ 2 സീനുണ്ടല്ലോ, ആ സീനിൽ ഞാനില്ല. പക്ഷെ ഞാൻ ആ സീന് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അത് എഴുതി വെച്ച ഡയലോഗ് ഉണ്ട്, പക്ഷെ അവിടെ ചെറിയ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ തട്ടുകടയിൽ ഒരു സീനുണ്ട്, അച്ഛൻ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അതൊക്കെ അവിടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ട്. ഇതൊക്കെ ആ ലൊക്കേഷനിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടാവുന്ന ചില ഇത് തന്നെയാണ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. നമ്മളൊരു ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, അതായത് എല്ലാം കലർന്ന് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മറ്റേ അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നിരിക്കുന്ന ഒരു ലൊക്കേഷനിലായിരുന്നു അത്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു സീനാണ്. എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും അതൊരു പഴഞ്ചൊല്ല് പോലെ ആയിപ്പോയി. അതായത് തലയെ ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല, ആരാധിച്ചിട്ടുള്ളൂ. തലയോടുള്ള സ്നേഹം, തലയുടെ അച്ഛനോടുള്ള സ്നേഹം കാരണം തലയിലേക്ക് പോയെന്നേ ഉള്ളൂ എന്നുള്ളത്. അത് ആ പറയുന്ന സമയത്ത് സിദ്ദിഖ് അത്രയും സർക്കാസ്റ്റിക് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അവിടെ ഒരു നാടകം കളിച്ചോണ്ടിരിക്കുക സായികുമാറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോഴും ആ സീൻ TV-യിൽ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കും. ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോഴും ആ സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആളുകൾ, തട്ടുകട സീനിന് വേണ്ടിയിട്ട്. നിങ്ങളവിടെ ഓംലെറ്റ് അടിക്കുന്നു, ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളുടെ അടുത്ത് കഴിച്ചോളാം എന്ന് പറയണ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മണിക്കൂട്ടൻ്റെ
അവസ്ഥ എന്തായിരുന്നു? അല്ല, ആ സീനിലെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട്, അതായത് രാജുചേട്ടൻ നമ്മളെ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് രാജുചേട്ടനെ കൊണ്ട് ഞങ്ങൾ പോകും, ഞാൻ ഇന്ദ്രേട്ടൻ രാജുചേട്ടനെ കൊണ്ട് പോകും. പിന്നെ ഇവരാണ് ഇന്ന് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ഞാനപ്പോൾ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ഞാൻ ആ സീന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ റീ റിലീസ് സമയത്ത് ആ സീന് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് പ്രധാന കാര്യം എന്താ പറയുക, നമുക്ക് എവിടെയെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ ഒരാളായിട്ട് കാണാൻ സാധിക്കും. എവിടെയെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള അത്യാവശ്യം കുറച്ച് തല്ലിപ്പുളിയൊക്കെ ആയിട്ട് നടന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ, നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നമുക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. എല്ലാവരും ചെല്ലുമ്പോൾ ദോശ ചുട്ടി വരും. അപ്പം ഈ വീട്ടിലെ വിഷമങ്ങൾ അവർ പറയും, എടാ നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നത് എന്താണ് ഇങ്ങനെ നടക്കുന്നത്, നിങ്ങളില്ലേ എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാരെ സോപ്പിടുന്ന കാര്യമുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എവിടെയോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സിനിമയെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മൾ പറയാൻ പറ്റുന്ന ഡയലോഗ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞ ഡയലോഗ്. സത്യം പറഞ്ഞാൽ സിദ്ദീഖയുടെ ഒരു ഇംപ്രൂവൈസേഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. കാരണം സിദ്ദീഖ എന്ന് പറയും മുള്ളൻ എത്രയോ കാലത്തിന് ശേഷമാണ് ഈ കോമഡി ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. ഈ മുള്ളൻ ചന്ദ്രപ്പന്റെ മുടി എന്ന് പറയുന്നത് കുറച്ച് ഓക്വേർഡ് മുടിയാണ്. ഈ ഓക്വേർഡ് മുടി വെച്ചിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം കൈവിട്ടു. അപ്പൊ ഇത് പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ഇതും വെച്ച് ഈ സംഭവം വെച്ച് പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കരുത്, ഇങ്ങനെ ചെയ്ത് മറ്റേ ഇങ്ങനെയല്ലേ ചെയ്ത. അപ്പം പുള്ളി പറയടാ, നമ്മൾ ഈ ക്യാരക്ടറായി മാറുന്ന രൂപം മാറുന്ന സമയത്ത് നമ്മൾ ചില സാധനങ്ങൾ മറ്റേ സിനിമയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വൃത്തിയാണ്. കാരണം ഇങ്ങനെ ഒരു ഹെയർ വെച്ചിട്ട് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ നോട്ട് ചെയ്യുന്ന, അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി. നമ്മളൊരു ഹെയർ സ്റ്റൈൽ മാറുമ്പോൾ തന്നെ അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻസിന് പോലും അതിൻ്റെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് അത് നമുക്ക് പഠിക്കാനുണ്ട് അവരിൽ നിന്ന്. ഈ ലാലേട്ടൻ ഓടിക്കുന്ന ബൈക്കിന്റെ പെട്രോൾ ടാങ്കിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് എപ്പോഴാണ് അറിഞ്ഞത്? എന്നെ ഫസ്റ്റ് മണിയമ്പിൾ രാജയുടെ ഈ സിനിമയ്ക്ക് വിളിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മണി, ഞാൻ ചോട്ടാ മുമ്പ് എന്നൊരു സിനിമ ചെയ്യുന്നു, അതിൽ നിനക്കൊരു ക്യാരക്ടർ ഉണ്ട്. കാരണം ഞാൻ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞു. കാരണം രാജമാണിക്യത്തിന് ശേഷം അൻവർ സാർ ചെയ്യാൻ പോകുന്നു, മണിയമ്പിൾ രാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എത്ര കാലത്തിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റ് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു. ഏത് ക്യാരക്ടർ എന്നും ചോദിക്കുന്നില്ല, എപ്പോഴാണ് ഡേറ്റ്. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് സൈനുവാണ്. ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ കൊണ്ടുവരുന്ന പോലെ ലാലേട്ടൻ ബുള്ളറ്റിൻ്റെ മണ്ടയിലെടുത്ത് മണിക്കൊണ്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ബാക്കി പറയുന്നതിന് മുമ്പ് അടുത്ത ഞാൻ വേറെ ഒന്നും പറയണ്ട, നിങ്ങളെ ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാം. അപ്പം അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മലയാള സിനിമ നായികമാര് പോലും അങ്ങനത്തെ കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് പക്ഷെ എന്താ പറയുക, ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹത്തിന്റെ ഒരു നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല സൈസുള്ള ഒരാളാണ്. അങ്ങനെ ഒരുമാതിരി ബുള്ളറ്റ്, പഴയ ബുള്ളറ്റ് ഓടിക്കാൻ പാട്, അതിൽ എന്നെ ഇങ്ങനെ ഇരുത്തണം, ബാക്കിൽ ബിച്ചുക്കുട്ടൻ മറ്റേ എഴുന്നേറ്റ് വരുന്നു കുടംവെള്ളം. ഇത് ബാലൻസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഈ ബുള്ളറ്റ് കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ തിരിക്കും, ആരാടാ ഇവനെ അടിച്ചേ, അത് ലാൽ സാറാണ് പറഞ്ഞത്. അത് തിരിയാൻ ഭയങ്കര പാടാ. കാരണം ഞാൻ അപ്പൊ ഞാൻ പറയും, സാറേ എനിക്ക് തിരിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല സാർ, നീ ഇരുന്നാൽ മതി, ഞാൻ തിരിച്ചു തരാമെന്ന് പറയും. പുള്ളി ഒറ്റ തിരിപ്പ്. എൻ്റെ ശരീരത്ത് ഒരു രീതിയിലുള്ള വേദന പോലും അനുഭവിക്കാതെ അത് തിരിച്ചു നിർത്തിയിട്ട് അത് ചോദിച്ചു. അതൊക്കെ പുള്ളി എങ്ങനെയാണത് ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സീനിനെ സിങ്കാവുന്ന രീതി ചെയ്യണമെന്നറിയില്ല. പക്ഷെ സമയമാകുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു സാധനം വരും. അനായാസത എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ പുള്ളിക്ക്. ഒട്ടും എഫേർട്ട് ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം അത് കൂടുതൽ ഒന്നും കൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ മണിക്കൂട്ടന്? എൻ്റെത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറവുള്ളൊരു ബോഡിയാണ്. കാരണം ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് ഈ അനായാസത എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളിലേക്കും തരും. കാരണം അല്ലാതെ വേറെ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഇങ്ങനെ ബാലൻസ് ഒക്കെ തെറ്റിപ്പോകാൻ സാധിക്കും. ഈ പുള്ളി നമ്മൾ ആ അനായാസത നമ്മളിൽ മാത്രമല്ല കൂടെ ഇരിക്കുന്നവരിലേക്ക് ആ വൈബ് കൊടുക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം കൂടെ പുള്ളിക്കുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പുള്ളിയോടൊപ്പം സ്റ്റേജ് ഷോകൾ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്, CCL ക്രിക്കറ്റ് കളിക്കും. എല്ലായിടത്തും പുള്ളി ഒരു ടെൻഷനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലായിടത്തും പുള്ളി ഒരു അനായാസത, ഈ പറയുന്ന പോലെ ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവരുത്തിയ പുള്ളി ഒരു ക്രിക്കറ്ററായി മാറും. പുള്ളിയുടെ ഏജ് വെച്ച് നോക്കണം, എന്നാലും നമ്മളെ പോലെ തന്നെ ഒരു ക്രിക്കറ്ററായി മാറും. ഇപ്പുറത്ത് പുള്ളി ഒരു സ്റ്റേജ് ഷോ വരുമ്പോഴത്തേനും പുള്ളി അതനുസരിച്ചുള്ള പെർഫോമൻസ്. ഇവിടെ സിനിമ വരുമ്പോൾ ആ ക്യാരക്ടർ നമ്മൾ ഇപ്പം ഞാൻ നമ്മുടെ 1971 ബിയോണ്ട് ബോർഡേഴ്സ് മേജർ സാറിൻ്റെ ഒരു പടം, അതിൽ ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ഒരു 4 അന്ന് മോർണിംഗ് ലൈറ്റ് ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ രാവിലെ 4:00 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് ലൊക്കേഷനിൽ 4:00 ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എത്ര മണിക്ക് എത്തണമെന്ന് ആലോചിക്കണം. ബോർഡറിലാണ്, ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. നേരത്തെ എത്തി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിക്കും. കുറേ യുദ്ധത്തിൻ്റെ കുറേ സംഭവം ഷൂട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കുന്നുണ്ട്, ഒരു മൺകുന്നാണ്. അവിടെ നിന്ന് മോളിൽ നിന്ന് താഴെ ഓടി വരണം. അപ്പോൾ ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ലാൽ സാർ പകുതിയിൽ നിന്ന് ഓടിയാൽ മതി, നമ്മൾ ബാക്കി മോളിൽ നിന്ന് ഓടിയോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ് കാരണം പുള്ളിയോട് സിങ്ക് ആവാൻ വേണ്ടി, കാരണം പുള്ളി സ്പീഡിൽ ഓടണം, പതുക്കെ ഓടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഇവരോട് ഓടാമെന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറും സാർ അത് വേണോ? അപ്പം പുള്ളി ഇല്ല, ഞാൻ ഇവരോട് തന്നെ ഓടി വന്നേക്കാന്ന് പറഞ്ഞു. ഇന്ന് പുള്ളി നമ്മളോട് നിൽക്കാം.
അപ്പം ഞങ്ങളെല്ലാവരും എന്നാലും ഒരു 2 അടി ബാക്കിൽ നിൽക്കാൻ പുള്ളിയോട് അപ്പം പുള്ളി വേണ്ടുണ്ട് ഞാൻ നിങ്ങളോട് നിൽക്കാമെന്ന് പറഞ്ഞ് പുള്ളിയോടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. എനിക്ക് നമ്മളിങ്ങനെ എന്തൊരു മിന്നലിങ്ങനെ പോകുന്ന പോലെ ഒരു ഞാൻ നമ്മളിത്രയും ഞാനൊക്കെ അത്യാവശ്യം ഓടുന്നോളൂ. ഞാൻ എന്നിട്ട് പുള്ളിയുടെ ബാക്കിൽ ഓടാൻ നോക്കാം. ഞാൻ എന്നിട്ട് പുള്ളിയോട് എത്തിപ്പെടാൻ ശ്രമിച്ചു. ബാക്കിൽ നിൽക്കുന്നവരൊക്കെ എത്ര 50 പട്ടാളക്കാരുണ്ട്, അവരൊക്കെ പലരും അങ്ങ് ബാക്കിലായി പോയി. സിങ് ഓടി വന്നിട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു. എന്നിട്ട് പുള്ളി വളരെ അനായാസം ഓടി വന്ന് പുള്ളി വന്ന് ബ്രീത്തൊക്കെ സാവധാനം എടുത്ത് പുള്ളി അങ്ങനെ ഓർമ്മല്ലേ ബാക്കിൽ സൗണ്ട് കേൾക്കാം, ശ്വാസം എടുക്കാൻ പറ്റും ആ സൗണ്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു അനായാസത അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ബൈ എക്സ്പീരിയൻസ് ആണോ അദ്ദേഹത്തിൻ്റെ ഇൻബോൺ ഇതാണോ, എല്ലാ കാര്യത്തിലും ഒരു അനായാസതയുണ്ട്. ഇത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് നമുക്ക് ജമ്മത്ത് നടക്കാത്ത കാര്യമുള്ളൂ. ഖാലിദ് റഹ്മാൻ ഈ അടുത്ത് ആലപ്പുഴ ജിംഖാന ഇറങ്ങിയ സമയത്ത് പറഞ്ഞു, ഞങ്ങൾ ബിഗ് ബി കണ്ടിട്ട് ആണോ നിങ്ങളിപ്പോൾ സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിഗ് ബി അല്ല, ഞങ്ങൾ ചോട്ടാ മുംബൈയുടെ പേരില്ല. അൻവർ ഷാദിന്റെ ഏറ്റവും വൈബ് പടമായിട്ടാ ചോട്ടാ മുംബൈ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ എന്തെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന ഒരു മെറ്റീരിയലോ പണ്ടത്തെ 1-2 ഇന്റർവ്യൂകൾ ഉണ്ടെന്നല്ലാതെ ഒരു റിട്ടേൺ ഇന്റർവ്യൂ പോലെ ഇപ്പൊ അവൈലബിൾ അല്ല. അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഐ മീൻ ഞങ്ങളെ പോലെ സാധാരണ ആളുകൾക്ക് അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാ ഫീഡ് ചെയ്ത് തന്നിരുന്നത്, ആസ് എ പേഴ്സൺ അൻവർ ഷാദ് എങ്ങനെയാ? ഇപ്പൊ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ ബിഗ് ബിയും ചോട്ടാ മുംബൈ ഒന്നിച്ചിറങ്ങുന്നത്. അപ്പം ഞാൻ ചോട്ടാ മുംബൈ ഫസ്റ്റ് പോയി കണ്ടു, നമ്മുടെ സിനിമ ആയതുകൊണ്ട്. എന്നിട്ട് രണ്ടാമതും ഞാൻ പോയി കണ്ടു. ബിഗ് ബി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അൻവർ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ 2 വട്ടം കണ്ടു. അപ്പം എൻ്റെ അടുത്ത് ഇനി ബിഗ് ബി ഉണ്ടാകുന്നു ചോദിച്ചു. അൻവർ സാർ കാണാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണാം, നാളെ മറ്റന്നാൾ. പുള്ളി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നീ ആ പടം പോയി കാണണം. കാരണം നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ നമ്മളൊരു സിനിമാ പ്രവർത്തനം കണ്ടിരിക്കേണ്ട സിനിമയാണ് ഒരു സ്റ്റൈലിഷ് മൂവി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അന്ന് എന്നെ ഈ പറയുന്ന പോലെ എന്നിലെ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റ് എൻ്റെ ഒരു ആക്ടറെ കാണാൻ പുള്ളി പ്രേരിപ്പിച്ചത് ബിഗ് ബി ആണ്. ചോട്ടാ മുംബൈ നമ്മളുണ്ട്, നമ്മൾ സിനിമ കാണും, നമ്മളത് ചെയ്യും, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു വെർഷൻ അൻവർക്കൊക്കെ ഉണ്ട്. അൻവർ സാറിനെ സംബന്ധിച്ച് ഞാൻ ഈ സൈനു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ പലപ്പോഴും അന്തം വിട്ടാണ് നിൽക്കുന്നത് ആ കൂടുതലുള്ള ആർട്ടിസ്റ്റിനെ കണ്ട്. പക്ഷേ പുള്ളി വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം. ഇപ്പം ആ ഇതിൽ എൻ്റെ ടീഷർട്ട്സ് അല്ല ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഫോൾഡാണ്, അത് പുള്ളി വന്ന് ചെയ്യും. ഷോട്ടിന് മുമ്പ് പുള്ളി എവിടെയെങ്കിലും താന്നു പോയിട്ടുണ്ടെങ്കിൽ പുള്ളി വന്ന് അത് ചെയ്തു തരും. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇത്ര ചെറിയ മൈന്യൂട്ട് കാര്യമൊക്കെ അപ്പോൾ സൈനു ഇങ്ങനെയാണ്. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു സൈനും ഉണ്ട്. പുള്ളി ഇങ്ങനെ എന്നിട്ട് ഇതാക്കും. പുള്ളി എന്നിട്ട് ജിമ്മിൽ പോണ കാര്യം ഭയങ്കരമായിട്ട് ഇത് പറയും, എടാ ജിമ്മിൽ പോയോ, കാരണം അന്ന് ഇതേപോലെ എല്ലായിടത്തും ജിമ്മൊന്നുമില്ല. ഈ പറയുന്ന പോലെ മുക്കിന് ജിമ്മാണ്. അന്ന് ആ കൂടെ എറണാകുളത്ത് 1-2 ജിമ്മുണ്ട്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 2 കിലോമീറ്റർ വരണം ജിമ്മിലോട്ട് വരെ. അപ്പോൾ വന്ന് കാറൊന്നുമില്ല എനിക്ക്. എന്നിട്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ച് നടന്നു വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ചോദിക്കും, നീ ഇന്നലെ ജിമ്മിൽ പോയോ? കാരണം ഈ ക്യാരക്ടറിന് ആവശ്യമാണ്. പുള്ളി പറയും അങ്ങനെ ഫ്ലെക്സിബിലിറ്റി കളഞ്ഞിട്ടുള്ളൊന്നും വേണ്ട. പിന്നെ നമ്മൾ ലാൽ സാറും ഞാനായിട്ട് ഒരു ബോട്ട് ജെട്ടിൽ ഒരു സീനുണ്ട്. അതായത് ആ ഷിപ്പ് യാർഡിന്റെ അടുത്തൂടെ അച്ഛൻ്റെ മറ്റേ പറ്റിച്ചത് പത്രം പറ്റിച്ച കാര്യം പറയുന്നു. അപ്പോൾ പുള്ളി ലാൽ സാറിന് എന്നെയും മാത്രം ഒരു 2 ഷോട്ട് വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞിട്ട് അത് എടുത്തു കഴിഞ്ഞ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മണിക്കൂട്ട നല്ല രസമാണ് നിന്നെ ഇന്ന് കാണാൻ, ഈ ഒരു ഇതിൽ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇതാണ് ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ശ്രമിക്കണമെന്ന് പറയും മൊത്തത്തിൽ. അത് സത്യം പറഞ്ഞാൽ അന്ന് ഒരു മാഗസീനിന്റെ ഫ്രണ്ട് പേജ് ആ ഫോട്ടോ ആയിരുന്നു. അത് എറണാകുളത്ത് മാത്രമേ ആ മാഗസീൻ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ അച്ഛനും എടുത്ത് വിളിച്ചു, തിരുവനന്തപുരത്ത് ആ മാഗസീൻ കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് എനിക്ക് കൊണ്ടുപോയ സമയത്ത് എന്തോ മഴ നനഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത് എറണാകുളത്ത് സൈഡ് മാത്രമേ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം അത് അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് രസമുണ്ട്. ആ പറഞ്ഞ സംഭവം മാഗസീനിൽ ഫ്രണ്ട് പേജ് വരുന്നത്, അത് പുള്ളി ഇടപെട്ടിട്ട് വന്നതൊന്നുമല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പറഞ്ഞു തരാനായിട്ട് പുള്ളി ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പം സിനിമയിൽ തന്നെ വളരെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. അതിലൊന്ന് അൻവർ റഷീദ് സാറായിരുന്നു. വിളിച്ചിട്ട് പുള്ളി ഷോ കണ്ടു, അപ്രീഷിയേറ്റ് ചെയ്തു, നിനക്ക് നല്ല സിനിമകൾ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഒരു സാറ് ഇനി വരച്ചാണ് സിനിമയിൽ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം, തീർച്ചയായിട്ടും നീ പറയാതെ തന്നെ തരാം. അങ്ങനെ ഒരു വാക്ക് കിട്ടുക എന്നുണ്ട്. കാരണം ഞാൻ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇനി എൻ്റെ സിനിമ കരിയർ എന്താണെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പലതും നടന്നത്. അപ്പം അങ്ങനെ പുള്ളിയുടെ ഒരു വാക്ക് കിട്ടിയ സമയത്ത് അതെനിക്കൊരു ഫ്യൂവലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിയും ഒരു സിനിമാ പ്രവർത്തനമാണ്. ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കാൻ കുറച്ച് അവസരം കിട്ടിയാൽ, പുള്ളി ഇന്റർവ്യൂ തരില്ല, അപ്പോൾ സംസാരിക്കാൻ കുറച്ച് അവസരം കിട്ടിയാൽ മാക്സിമം സംസാരിക്കുക. പുള്ളിയിരുന്ന് അത്രമാത്രം ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടും. 2 കാര്യങ്ങളാണ് മണിക്കുട്ടൻ. ഒന്ന്, സിനിമ ഓൺ ഓഫായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതായത് റെഗുലറായിട്ട് സിനിമ കിട്ടാതിരിക്കുന്ന ഒരാൾ, അയാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈം ലൈറ്റിലുണ്ട്, എല്ലാവർക്കും നമ്മളെ അറിയാം, എല്ലാവരും നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്നു, നമ്മുടെ ശരീര സൗന്ദര്യത്തെ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ പുറത്ത് ചിരിച്ചു നിൽക്കണം,
നമ്മൾ പടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആളുകൾക്ക് കാണിക്കണം. അതൊരു വല്ലാത്ത കടമ്പയല്ലേ? ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ഒരു കാഴ്ചപ്പാടി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു ഇതാണ്, ആ ഒരു വാക്കെന്ന് പറയുന്നത്, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തിരിക്കും. നമ്മളൊരു കാര്യത്തിന് എത്രമാത്രം ആത്മാർത്ഥതയോടെ സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള ഇത് കിട്ടിയിരിക്കും. പക്ഷേ ഇതിൽ മെയിൻ ഇത് വരുന്നത് നമ്മുടെ പാഷനും നമ്മുടെ ഏണിംഗ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും ഒരു ഫീൽഡാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമ കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എൻ്റെ വരുമാനവും അതാണ്, എൻ്റെ പാഷനും അതാണ്. ആക്ടിങ്ങിനേക്കാൾ സിനിമയാണ് എൻ്റെ പാഷൻ. ഇപ്പം നമ്മളൊരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരടഞ്ഞൊരു സർഫസിലിരുന്ന് ആ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീലാണ് എൻ്റെ പാഷൻ. അപ്പം നമുക്കൊരിക്കലും നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് സെലക്റ്റീവ് ആകാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സിനിമ കിട്ടിയില്ലെന്ന് വരാം. ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ നമ്മുടെ ലൈഫ്. ഇപ്പം നമ്മൾ പ്രൊഫൈൽ ഒരു ലോ പ്രൊഫൈൽ ആയാലും ഞാൻ പറയില്ല, ഇപ്പം മറ്റുള്ളവരെ സമാധാനിപ്പിക്കാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മളെ സമാധാനിപ്പിക്കേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് സമീപിച്ചാൽ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ പതുക്കെ ആയാലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾ കൊയ്തിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ബോഡി നോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും മോശം ഒരു അവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിക്കുക, നമ്മൾ പെട്ടെന്ന് ആ പ്രതികാരം കാണിക്കുക നമ്മളോട് തന്നെയായിരിക്കും. കൃത്യമായ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ഉറങ്ങാതിരിക്കുക, വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മദ്യപിക്കുക, ദുശീലങ്ങൾ, അങ്ങനെയൊക്കെ. കാരണം അതാണല്ലോ കുറച്ചുകൂടി എളുപ്പം. അപ്പുറത്തെ സൈഡിൽ ആ ശരീരം അങ്ങനെ ഫിറ്റാക്കി വെക്കുന്നത് നിങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഇതെങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചു നിർത്തും? ഞാൻ സിനിമയിൽ വന്നിട്ട് ബോഡി ബിൽഡിങ് തുടങ്ങിയതല്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, അതായത് +2 ഡിഗ്രിയിലോട്ട് കയറാനായിട്ടൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നത്. അപ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയെന്നേ ഉള്ളൂ. പക്ഷേ സിനിമ വന്നപ്പോഴത്തേന് കോൺഷ്യസായി നമ്മളിത് ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടൊരു വലിയ മേഖലയുണ്ട്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതവും, നമുക്ക് പണ്ടൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഫംഗ്ഷനോ നമ്മുടെ ബന്ധുക്കളുടെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യാറില്ല. ബന്ധുക്കളെല്ലാവരും പ്രശ്നക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടും, ഒരു മതിപ്പുണ്ട്. ഇപ്പം എനിക്ക് സിനിമ കുറവാണോ, അല്ലെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകരണം കുറവാണോ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രൈറ്റീരിയ. എൻ്റെ ക്യാരക്ടർ നന്നായി ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വിഷമമുള്ള സമയം വരും. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ശീലങ്ങളിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ശീലങ്ങളായിരിക്കും. പക്ഷേ ഈ വിഷമമുള്ള സമയത്ത് നമ്മളൊന്ന് ഉണർന്നിരുന്ന് ഇതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളൊരു സംഭവം, ഇതിപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജീവിതകാലം മുഴുക്കെ നമ്മൾ കുറേ നല്ല കാര്യം ചെയ്തിട്ട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനെ ആയിരിക്കും ഭയങ്കരമായിട്ട് ഇകഴ്ത്തി പാടുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്രയും മഹാനാണല്ലോ, അപ്പം അദ്ദേഹം ഏതെങ്കിലും ഇപ്പം ഞാൻ ബിഗ് ബോസ് ആയിട്ട് അദ്ദേഹം ഒരാൾ ബിഗ് ബോസിൽ പോയാൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്കൂളിൻ്റെ ഫംഗ്ഷന് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു, കായംകുളം കൊച്ചുണ്ണി എന്നുള്ളൊരു വ്യക്തിയല്ല, ആരായാലും അന്നത്തെ സമയം എന്ന് പറയുന്നത് കൊച്ചുണ്ണി 38 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആകെ കൂടെ ഈ ഐതിഹ്യമാലയിൽ 5 പേജിലെ പുള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിൽ കുറച്ച് 2-3 മോഷണം, ആ മോഷണത്തിൽ 2-3 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-2 നല്ല കാര്യങ്ങൾ. ഇപ്പോഴും ആ 38 വയസ്സിൽ അദ്ദേഹത്തെ പാടിക്കൊണ്ടിരിക്കുന്ന ഈ 2 നല്ല കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ജീവിതകാലം മുഴുക്ക അയാൾ നന്മ ചെയ്തിട്ട് അയാളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് ഇകഴ്ത്തിയപ്പോൾ അത് സോഷ്യൽ മൊത്തത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറയുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി. അപ്പം നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ആൾക്കാരും എന്തെങ്കിലും പറയും, കാരണമില്ലാതെ കുറ്റങ്ങൾ പറയാം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇത് നമുക്ക് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം നമുക്ക് ഈ പറഞ്ഞ ലഹരി എന്ന് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചോട്ടാ മുമ്പേ സിനിമ കാണാൻ പോയ സമയത്ത് നമ്മൾ എത്ര കാലം മുമ്പ് ചെയ്ത സിനിമയാണ് ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, അതൊരു ക്ലാസിക് കൾട്ട് എൻ്റർടൈനറായി ജനങ്ങൾ അവരോട് സിനിമയിലൂടെ സഞ്ചരിക്കണം. ഇതൊരു വലിയ ലഹരിയായിരുന്നു എനിക്ക് അവരെ നിന്ന് കണ്ടപ്പോഴത്തേന്. അയ്യോ, നമ്മൾ ജനങ്ങളെ ഇത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് തന്നൊരു ലഹരി എനിക്കുണ്ടായിരുന്നു.
ഇത് ഉപദേശം എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതമാണ്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. ഈ അന്ന് സൈനിട്ടിട്ടുള്ള കുറെ കോസ്റ്റ്യൂംസ് ഇപ്പൊ പിള്ളേർ ഇടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ടീഷർട്സും അങ്ങനത്തെ റിലാക്സ്ഡ് ഫിറ്റ് പാൻസും ഇടുന്നു. അന്ന് ഈ സൈനുവിന്റെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവം ഇങ്ങനെയൊക്കെ, കാരണം ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ് വരുന്നത്, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ഓവറാണോ എന്ന് തോന്നി. പക്ഷെ ഞാൻ ഫോട്ടോ വെച്ചാലും മട്ടാഞ്ചേരി ചെന്നപ്പോൾ അവിടെ 100-150 സൈനുവിനെ കാണാൻ സാധിച്ചു. കാരണം അത്രത്തോളം ഡയറക്ടർ അത് ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ സൈനു ഇങ്ങനെ ആയിരിക്കണം ലുക്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ കൂടെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇന്ന് പലരും ഇട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അത് അവരുടേതാണ് കേട്ടോ. ഈ ചോട്ടാ മുംബൈ അവസാനിപ്പിക്കുമ്പോൾ എന്താ ചന്ദ്രപ്പനും സൈനും മാത്രം പിടിക്കാത്തത്? ചോട്ടാ മുംബൈ തുടങ്ങുമ്പോഴേ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് റേസ് അല്ലാന്ന് ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രപ്പനും സൈനുവിനും പ്രത്യേകിച്ച് യാതൊരുവിധ ഒട്ടും ലക്ഷ്യങ്ങളില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ക്യാരക്ടറിനും സുശീലിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തലയ്ക്ക് കുടുംബങ്ങളൊക്കെ കാണിക്കുന്നു, ഇന്ദ്രൻ്റെ ക്യാരക്ടറിനും കുടുംബം കാണിക്കുന്നു. ഇവരെന്നിട്ട് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോഴത്തേന് വരുന്നത് ചന്ദ്രപ്പൻ്റെ സൈനുയുടെ അടുത്താണ്. ഈ സൈനു ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ ഒരു പുറമ്പോക്കിൽ ഒരു മറ്റേ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു വീടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ വാ, ഇവിടെ താമസിക്കാം, അത് അവരെ സ്ഥലം പോലും അല്ല, കണ്ടറിഞ്ഞോട്ടെ പൈപ്പ് ലൈനൊക്കെ പോകുന്ന. അപ്പം അത്രത്തോളം സീരിയസ്നെസ് അല്ല അവർക്ക് ജീവിതം. അപ്പം അവർ തലയെ ആരാധിച്ചു കൂടെ, ഇന്ന് തല നന്നാകുമ്പോൾ ഓക്കെ തല നന്നായിരിക്കും, പക്ഷെ നമ്മളെ ഇപ്പോഴും നമുക്ക് സീരിയസ്നെസ് പറ്റില്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്തായിരുന്നു ഈ ആളുകള് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് വന്ന് പറഞ്ഞിരുന്ന റെസ്പോൺസ്? ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അൻവർ റഷീദ് അഴകപ്പൻ എന്ന് പറയുന്ന ഇതിന്റെ ക്യാമറാമാനോട് പറയുന്ന ബ്രീഫ്, സാർ ഞാനൊരു കളർഫുൾ പടം പിടിക്കുകയാണ്, ഇതിനകത്തൊന്നുമില്ല, ഫോട്ടോ പടമാണ്, പക്ഷെ കളർഫുൾ പടമാണ്, ആളുകൾ എന്റർടൈൻഡ് ആണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു മോഡലാണ് ആ പടത്തിന് ഫുൾ ട്രാവൽ എന്ന് അഴകപ്പൻ്റെ ഇന്റർവ്യൂവിൽ പറയാൻ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ മണിക്കുട്ടനോട് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അന്നത്തെ ആളുകളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇല്ല, ഞാൻ കോഴിക്കോട് നിന്നാണ് ആദ്യം സിനിമ കാണുന്നത്. ഞാൻ നമ്മുടെ കൊച്ചുണ്ണിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു ഫംഗ്ഷന് പോയിരുന്നു. അത് അവിടെ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് വന്ന് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ സിനിമ കാണുമ്പോൾ എന്നെ മറന്നിട്ട് ഞാൻ ഈ സിനിമയുടെ കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഞാനതങ്ങനെ കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെ കണ്ടവർ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു അതെ സിനിമ ഗംഭീരം, അല്ല മണിക്കൂട്ട സൈന് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പം അപ്പോഴും നമ്മൾ പ്രേക്ഷകനാണ്, നമ്മളൊരു പ്രേക്ഷകനായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞില്ല അഭിനയം കുറച്ചും കൂടെ സീരിയസ് ആയി കണ്ടപ്പോഴാണ് അതിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഈ സിനിമയിൽ സീനുകളുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് ഇത് യഥാർത്ഥത്തിൽ അൻവർക്ക് പറഞ്ഞ പോലെ ഇത് കളർഫുൾ സിനിമയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേനും നമുക്ക് എവിടെയെങ്കിലും നമ്മളെ കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു എന്താ പറയുക, ഒരു ക്ലാസിക് സിനിമയാണ്, ഒരു ക്ലാസിക് കൾട്ടായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അത് എൻ്റർടൈൻമെൻറ്റ് ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം സായി ചേട്ടൻ്റെ ക്യാരക്ടറിന് ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. തലയായിട്ട് ചിലപ്പോൾ അവർ ജോലി ഉണ്ടാവാം, പക്ഷെ ജോലി ഉണ്ടായിട്ടും തലയായിട്ട് ഇമോഷണലി, ലതയായിട്ട് ഈ പറയുന്ന പോലെ ഭാവന ചെയ്ത ക്യാരക്ടറിന് ഇമോഷണലി, സൈനുവിൻ്റെ ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരും ഉണ്ട്. അല്ല അതൊക്കെ മാറ്റിയെടുത്താലും ഇപ്പോൾ രണ്ട് ക്രിമിനലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ്, നടേശനും അനിയനും, അവര് തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ഭയങ്കര സ്നേഹവും സത്യസന്ധതയുണ്ട്. അതെ അവരെ കുടുംബത്തോട് അവർ കാണിക്കുന്ന ഒരു സംഭവം, അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ട് വല്ല ആശുപത്രിയിലൊക്കെ ആക്കാം, അവരെ അനാഥ മന്ദിരത്തിലൊക്കെ കൊണ്ടാക്കാം, പക്ഷെ അമ്മയെ പ്രശ്നക്കാരിയാണെങ്കിൽ അമ്മയും കൂടെ നിർത്തുന്നുണ്ട്. അത് ഈ ഇമോഷണലി കണക്റ്റ് ആകുമ്പോഴാണ് അത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ കഥയിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അത് എനിക്ക് ഇന്നിപ്പം നമ്മൾ പറയില്ലേ, അന്ന് നമ്മൾ അത് ശ്രദ്ധിച്ചല്ലേ, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇന്നിപ്പം നമ്മൾ കുറച്ചും കൂടെ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയപ്പം ഈ ഇമോഷണലി കണക്ട് ആവുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഈ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കരിയറിൽ ഏകദേശം 4 സിനിമകളുടെ അടുത്ത് പ്രിയദർശൻ സാറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത് CCL ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എൻ്റെ ഒരു സിനിമയും പ്രിയൻ സാർ ജമ്മത്ത് കാണുന്നത്. CCL ക്രിക്കറ്റിൽ എവിടെ നിന്നും ഒരു ബോൾ ചാടി വന്നപ്പോൾ ഞാൻ ഒരു ക്യാച്ച് എടുത്തു. അത് കണ്ടപ്പോൾ സാറ് വിചാരിച്ച് അത് സാറിന് ഭയങ്കര കാര്യമായിരുന്നു. നമ്മൾ ആ CCL സമയത്തൊക്കെ പല പ്രശ്നങ്ങളും വന്ന സമയം, കാരണം ഡേറ്റ് ഒക്കെ പല ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ അങ്ങ് നിന്നു. കാരണം ക്രിക്കറ്റിനോട് ഈ CCL ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാലേ ബ്രോ, നമ്മൾ കണ്ട് ആരാധിക്കുന്ന പല ക്രിക്കറ്റേഴ്സ്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സാറായാലും ബ്രണ്ടൻ മെക്കല്ലം, ഈ പറയുന്ന വീരേന്ദ്ര സെവാഗ് സാറ്, വിരാട് കോഹ്ലി, ഇവരൊക്കെ കളിച്ച ഗ്രൗണ്ടിലാണ് നമ്മൾ കളിക്കുന്നത്. ഇവരൊക്കെ സെൻട്രൽ പിച്ച് മറ്റേ നിന്ന് അടിച്ച് 6 അടിച്ച സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഔട്ടായി പോണത്, അത് വേറെ ആയാലും. പക്ഷേ ഇതൊരു ഭയങ്കര ഭാഗ്യമാണ് അവർ നിൽക്കുന്നത്, അല്ലാതെ ചുമ്മാ നമുക്കതിൽ കയറി ഇറങ്ങാൻ പോകാനൊന്നും പറ്റില്ല. ഇതാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് എന്തായാലും കളി അറിയാമോ ഇല്ല എന്നൊക്കെ രണ്ട്, ക്രിക്കറ്റ് എനിക്കറിയാം, മറ്റേ മടലുവട്ടിയുള്ള ക്രിക്കറ്റ് അറിയാമല്ലോ, ഈ ഗാഡ്ജറ്റ്സ് ഉള്ള ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് എനിക്കറിയില്ല, വലിയ പിടിയില്ല.
പക്ഷേ സ്റ്റിച്ച് ബോളി കളിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇവരിന്ന് കളിക്കുന്ന സ്ഥലമാണ്, ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക, ഇവരെ രണ്ടാമത് എൻജോയ് ചെയ്യുക. അവിടെ നിന്ന് കളി എത്ര മോശമല്ല, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ എഫേർട്ടാണ് പ്രിയൻ സാറ് കണ്ടിട്ട്, പ്രിയൻ സാറിൻ്റെ ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും പ്രിയൻ സാർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായത് തമിഴിൽ നവരസ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് മണിരത്നം സാർ. അതിൽ പ്രിയൻ സാർ ചെയ്ത ആ ആന്തോളജിയിലെ ഒരു ഇതിൽ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നു. നിങ്ങളാണ് കഥ. അതെ അതെ അതെ. അവിടെ ഇവിടെ നിന്ന് എത്ര ആർട്ടിസ്റ്റിനാണ് വിളിച്ചാലും ചെയ്യാം, യോഗി സാറൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് വിളിച്ചപ്പോഴത്തേന് സത്യം പറഞ്ഞ അത് CCL ക്രിക്കറ്റ് അല്ലാതെ എന്റെ സിനിമയൊക്കെ സാറ് അവിടെ ഗൗതം മേനോൻ സൂര്യ വെച്ചിരുന്നു, മറ്റേ മണിരത്നത്തിന്റെ പ്രൊഡക്ഷൻ അങ്ങനെ വിജയ് സേതുപതി വെച്ച് വിജയ് നമ്പ്യാർ ചെയ്യുന്നു. അവിടെ ഇവിടെ മണിക്കുട്ടൻ വെച്ച് പ്രിയദർശൻ. അത് ഇത് ക്രിക്കറ്റ് തന്നെയാണ്, അല്ലാതെ വേറെ വഴിയില്ല. മണിക്കുട്ടൻ ഇപ്പോൾ സിനിമയുടെ അകത്തൊരു ഗോഡ് ഫാദർ വേണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല സിനിമ ഏതാ മോശം സിനിമ ഏതാന്ന് പറഞ്ഞു തരാൻ ഒരു കൂട്ടം ഓഫ് ഫ്രണ്ട്സ് വേണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തിയറീസും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിയറിൽ ഇപ്പോൾ എല്ലാ കാലവും ട്രോൾ മെറ്റീരിയൽ ആവുന്ന ചില സിനിമകൾ മണിക്കുട്ടൻ്റെ കരിയറിൽ വന്നു പോയിട്ടുണ്ട്. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മണിക്കുട്ടൻ്റെ സിനിമകൾ കുറച്ചധികം കാലം നിലനിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല സിനിമ ഏതാ മോശം സിനിമ ഏതാ പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ടാണോ, അതോ നമുക്ക് ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഈ നല്ല സിനിമകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുന്ന കൂട്ടായ്മ, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഉള്ളത്, അത് സംഭവിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണോ? അല്ല, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ നിന്ന് സിനിമ ഉണ്ടാകുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന നല്ല കാര്യം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയില്ല. ഞാൻ വന്നത് ഈ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പം ഇപ്പം വിനയൻ സാർ എന്നെ കൊണ്ടുവന്ന സമയത്ത് സാർ ഈ അസോസിയേഷൻ്റെ പല കാര്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സാറ് തിരക്കായിരുന്നു. സാറിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാൻ നടക്കുന്ന കാര്യം. എന്നാലും സാറ് പറ്റുന്ന പോലെ 1-2 സിനിമകൾ എനിക്ക് ആ സമയത്ത് തന്നു. പിന്നെ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏണിംഗ് ഓഫ് ലിവിങ്ങും എൻ്റെ പാഷനും ഒന്നാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. എനിക്ക് എല്ലാ വരുന്ന സിനിമയിലും ഇത് സെലക്ട് ചെയ്യും, അത് അങ്ങനെയില്ല, ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ട്രോളാം. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ആക്ടറായി ഇവോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി അവസരം ചോദിക്കുമ്പോൾ അവരെനിക്ക് തരുന്നില്ല. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ട്രോള് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവരടുത്തൊക്കെ ഞാൻ എല്ലായിടത്തും പോയി അവസരമൊക്കെ ചോദിക്കും. എന്തോ അവർ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ആ തരാത്തത് കൊണ്ട് അവരടുത്ത് വിഷമമൊന്നും പ്രകടിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമ്പോൾ കിട്ടട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ തട്ടത്തിന് മറയത്തിൽ നജാഫ് വരുന്നു. നജാഫിൻ്റെ ഒരു ഇരിപ്പുണ്ട്, നജാഫിൻ്റെ ഇൻട്രോ സീനിൽ ഭയങ്കര എലഗൻ്റാ. ഇയാളെ ഏതോ വലിയൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അതിന്റെ കോസ്റ്റ്യൂംസ് ആയാലും, ഏതെങ്കിലും ഒരു സീനിൽ നിവിൻ പോളിനെക്കാളും നമ്മൾ വേറൊരാളെ ശ്രദ്ധിക്കണമെങ്കിൽ നജാഫിനെ, പ്രത്യേകിച്ച് ആ ഇൻട്രോസ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ ഈ കഥകളൊക്കെ കണ്ടിട്ട്. നിവിൻ പോളിനെക്കാളും സീനിയോറിറ്റി ഉള്ള എന്നാൽ ഒരുപാട് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരാള്. വൺസ് ടൈം അയാൾ ഭയങ്കര റോമിയോ ആയിരുന്നു, അങ്ങനെ തോന്നുന്നത്. അത് ഫസ്റ്റ് ഇരിപ്പിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ആവും. ശരിക്കും എന്തായിരുന്നു ആ സിനിമയ്ക്ക് അങ്ങനെ ആ 3 സീനല്ലേ ഉള്ള ക്യാരക്ടറിന് എങ്ങനെയാ അതിലേക്ക് അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാ ആ റോള് സംഭവിച്ചത്? ഞാൻ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ, ലെഫ്റ്റനന്റ് സരോജ് കുമാർ ശ്രീനിവാസാണ് സിനിമയിലെ ഒരു പട്ടാളക്കാരൻ്റെ ക്യാരക്ടർ. അത് ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്താണ് വിനീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഞാൻ ഇങ്ങനെ നജാഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തപ്പി നടക്കുകയായിരുന്നു, നിനക്ക് ഓക്കെയാണ് ആ ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഭയങ്കര കാരണം തട്ടത്തിന് പറയുന്നത് എനിക്കൊന്ന് നിവിന് മുന്നേ എന്നെ സെലക്ട് ചെയ്തു ഈ നജാഫായിട്ട്. നിവിനൊക്കെ അതിന് അപ്പം ഞാൻ CCL നടക്കുന്ന സമയത്ത് നിവിനെ ഞാൻ ഒരു റൂമിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് തട്ടത്തിന് പറയുന്നത്. അപ്പം പറയാം അതിൻ്റെ നായകനത് പുതിയ ആളെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മളൊരു അവാർഡ് നൈറ്റ് ഇപ്പോൾ നിവിൻ നല്ലൊരു കറുത്ത ഷർട്ട് ഭയങ്കര യങ്ങായിട്ടൊക്കെ കണ്ട് അതിനുശേഷം നിവിൻ അതിനായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നജാഫ് ചെയ്യുന്ന സമയത്ത് വിനീതേട്ടൻ എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നു, അതായത് മറ്റേ കാർ വാങ്ങിച്ചു, ബംഗ്ലാവ് വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്ക് പരിചയമുള്ള 2-3 സുഹൃത്തുക്കളുണ്ട് അങ്ങനെ കല്യാണം, അതായത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കിടന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് മരുമോനായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ബെൻസ് കാറ് അത് ഇതായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ സ്നേഹം കൊടുത്താൽ മതി, ആ സ്നേഹം മാത്രം കൊടുത്താൽ സീരിയസ്ലി അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടാൻ ഭയങ്കര പാടാണ്. സ്നേഹം മാത്രം കൊടുത്താൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മളെയൊക്കെ ഒരുപാടുണ്ട്, ആർക്കും വേണ്ട. അപ്പം
വിനീതേട്ടന് ഈ പറഞ്ഞല്ലേ അല്ലേ കണ്ടു പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആകുമ്പോഴത്തേന് കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും. ആ, അപ്പൊ ആ ഇരുത്ത പോലും ഇപ്പൊ ഞാൻ സാധാരണ നോർമലായിട്ടുണ്ട്, പക്ഷെ പുള്ളി പറഞ്ഞടാ ഇത് ഇങ്ങനെയാണ്. ഇപ്പൊ ബ്രോ പറഞ്ഞതുപോലെ ആ നജാഫിന്റെ ആ ഇരുത്തൽ, ആദ്യത്തെ നജാഫിൽ നിന്ന് അടുത്ത scene നജാഫിന്റെ ഒരു ഇതുണ്ടല്ലോ ട്രാൻസ്ഫോർമേഷൻ, അത് പുള്ളി പറഞ്ഞു തന്നെയാണ്. പുള്ളി അത് വളരെ ഇതായിട്ട് പറഞ്ഞു തന്നു, അതുപോലെ ചെയ്തു കാര്യം സംഭവം. കോമിക് ടൈമിങ് എന്തിനാന്ന് പറഞ്ഞിട്ട് അടിക്കണം നായ. അത് ഞാൻ ഇട്ട സംഭവം കേട്ടാ. കഴിഞ്ഞിട്ടോ അതായത് അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഇവര് ലാസ്റ്റ് എന്നിട്ട് സണ്ണിയൊക്കെ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേന് പോകുമ്പോ പോയില്ലേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഒരു സംഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട് മണിക്കുട്ടനായിട്ട്. ഇപ്പം 90s കിഡ്സിനൊക്കെ ആണെങ്കിലും അവർ കണ്ടിട്ടുള്ള ആദ്യത്തെ ഹീറോ ആണ്, ടി വിയിൽ കണ്ട ആദ്യത്തെ ഹീറോ. ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്ന മണിക്കുട്ടനാണ്. ആ തെങ്ങിന്റെ മുകളിൽ കയറുന്നപ്പോഴത്തേനാണ് സുനാമി അടിക്കുന്നത്. ഞാൻ അപ്പോൾ ഈ കായലിന്റെ അടുത്തുള്ളൊരു തെങ്ങിലായിരുന്നു, ഈ തെങ്ങ് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അത് തെങ്ങി കയറി, അത് കൊച്ചുണ്ണി ചെയ്ത സമയത്ത് തെങ്ങി കയറിയിട്ടുണ്ട് ഞാൻ. അപ്പൊ സുനാമി അടിച്ചോണ്ടിരിക്കുകയാണ് ബ്രോ. അന്ന് സുനാമി അടിച്ച ദിവസമായിരുന്നു. അപ്പോൾ കായലിന്റെ അടുത്തായിരുന്നു ഈ തെങ്ങ്. അതേ തെങ്ങിന്റെ മുകളിൽ നേരെ ഈ കായലിൽ ചാടിയിട്ട് നീന്തി പോണേണ് സീന്. അപ്പോൾ കായൽ ഞാൻ ആദ്യം തെങ്ങി കയറിയപ്പോൾ കായൽ വെള്ളം അത്ര തെങ്ങിന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തെങ്ങിന്റെ കാൽഭാഗം വരെ വെള്ളം നിറയുന്നു. കാരണം കായലും കടലും അടുത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തെങ്ങി കയറിയ കഥ പറയുമ്പോൾ എനിക്ക് ആ സുനാമി അടിച്ച ദിവസം ഓർമ്മ വരും. കാരണം തെങ്ങ് ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ചാടേണ്ടി വരില്ല, തെങ്ങ് പിഴുത് മിക്കാറും വീണ് കൊച്ചിന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും. ഞങ്ങള് ഭയങ്കര സൂപ്പർ ഹീറോ അതെനിക്ക് ജീവൻ മരണ പോരാട്ടം. അതിന്റെ മുകളില് എന്റെ സൂപ്പർ ഹീറോ തന്നെ ആയിരുന്നു ഞാൻ ആ സമയത്ത്. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയം വരുന്ന പറയണ പോലെ മണിക്കുട്ടൻ സ്റ്റാർ ആവുന്ന, അല്ലെങ്കിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും മണിക്കുട്ടന്റെ ശരീരത്തെയും ഹ്യൂമർ സെൻസിനെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റോള് വരും. അന്ന് മലയാള സിനിമ എല്ലാ സ്നേഹത്തോടും കൂടി അത് സ്വീകരിക്കും. നിങ്ങൾ ഒരിക്കലും ഫെയ്ഡ് ആവാൻ പോകരുത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.